എന്നോട് ചില മാധ്യമങ്ങൾ ചോദിച്ചു, ഈ തെരഞ്ഞെടുപ്പിലും നിങ്ങൾ TP കേസ് തന്നെയാണോ പറയുന്നത്? നിങ്ങൾക്ക് വേറൊന്നും പറയാനില്ലേ? പല മാധ്യമങ്ങളുടെയും ഇന്റർവ്യൂവിനകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളിൽ ഒന്നാണ്, ഈ തെരഞ്ഞെടുപ്പിലും നിങ്ങൾ TP കേസ് പറയൂ? ഞാൻ അവരോടൊരു ചെറിയ തിരുത്ത് മാത്രമേ ഞാൻ അതിനകത്ത് വരുത്തിയുള്ളൂ. ഞാൻ അവരോട് പറഞ്ഞൊരു കാര്യം, ആ തെരഞ്ഞെടുപ്പ് എന്നുള്ള വാചകം അതിന്ന് മാറ്റി നിർത്തുക. ഞങ്ങൾ TP കേസ് ഇന്നലെ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ TP കേസ് ഇന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, ഞങ്ങൾ TP കേസ് നാളെയും പറയും എന്ന കാര്യത്തിന് ഒരു സംശയവും വേണ്ട എന്ന് പറഞ്ഞു. അതിന്റെ കാരണം സ്ഥാനാർത്ഥി ഉൾപ്പെടെ പറഞ്ഞത്രേ, 2 തെരഞ്ഞെടുപ്പിൽ അത് പറഞ്ഞില്ലേ, ഇനി അത് പറഞ്ഞാൽ ഏശാൻ സാധ്യതയില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കണ്ടെത്തൽ. എന്ന് വെച്ചാൽ 1 or 2 തെരഞ്ഞെടുപ്പിന്റെ നഷ്ടം പറ്റിയാലും വേണ്ടില്ല, ഭാവിയിലേക്കുള്ള വലിയൊരു എതിർപ്പിനെ അങ്ങ് തീർക്കാൻ തീരുമാനിച്ചാൽ അത് അതോടെ തീർന്നേക്കണം. ഒരു തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ സഹിക്കാൻ തയ്യാറാണ്, മാക്സിമം 2ാമതൊരു തെരഞ്ഞെടുപ്പിൽ കൂടെ ഞങ്ങൾ സഹിക്കാം, 3ാമതിൽ അതും പറഞ്ഞു കൊണ്ടുവരരുത് എന്നുള്ളതാണ്. എന്നാൽ ഞങ്ങളുടെ അതിനകത്ത് സ്റ്റാൻഡ് 1 അല്ല 2 അല്ല 3 അല്ല, തെരഞ്ഞെടുപ്പിൽ ജയമല്ല തോൽവിയല്ല, നാളെ മത്സരിക്കാൻ തന്നെ പറ്റാതായാലും പറയേണ്ടടുത്ത് അത് പറയും എന്നുള്ള കാര്യത്തിന് ഒരു സംശയവും വേണ്ട എന്നുള്ളതാണ് ആ കാര്യത്തിൽ നമ്മുടെ സ്റ്റാൻഡ്. ഞാൻ ദീർഘമായി കടന്നു പോകുന്നില്ല. ഞാൻ വളരെ അപ്രതീക്ഷിതമായിട്ടാണ് ഈ വേദിയിലേക്കും ഈ സ്ഥലത്തേക്കും ഒക്കെ ഞാൻ വന്നത് എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഞാനത് മറച്ചു വെച്ചിട്ടില്ല, ഞാൻ ഒരിക്കലും മറച്ചു വെച്ചിട്ടില്ല. കഴിഞ്ഞ ദിവസം കൊയിലാണ്ടിയിലെ കൺവെൻഷൻ നടന്നപ്പോൾ രമേശിയുടെ പ്രസംഗം ഞാൻ അവിടുന്ന് കേൾക്കാനിടയായി. അതൊരു നല്ല മൈക്കൊന്നും ആയിരുന്നില്ല ടീച്ചറെ. ആളുകൾ അത്രയും അവര് തന്നെ പ്രതീക്ഷിച്ചിട്ടില്ല. അതുകൊണ്ട് സംഘാടകൻ അധ്യക്ഷൻ സോറി പറഞ്ഞു, ഇത്രയും ആൾക്കാർ വരുന്നു ഞങ്ങൾ വിചാരിച്ചില്ല, അതുകൊണ്ട് വലിയ അറേഞ്ച്മെന്റും വലിയ ഹോളൊന്നും ഞങ്ങൾ കരുതിയില്ല. അതൊരു നല്ല മൈക്കൊന്നുമല്ല, വേദിയിലേക്ക് സ്പീക്കർ തിരിച്ചു വെച്ചിട്ടില്ല, താഴത്തേക്കേ ഉള്ളൂ, അപ്പുറത്തുള്ള ആളുകൾക്ക് കേൾക്കാം, അവിടെ ആളുകളുടെ ബഹളമുണ്ട്, കുറെ ആളുകൾ നിൽക്കുന്നുണ്ട്. അതിന്റെ ഇടയിൽ പറഞ്ഞ വാചകങ്ങളിൽ ഞാൻ കേട്ട പ്രധാനപ്പെട്ട വാചകങ്ങൾ ഇതാണ്: TP ഒരു പക്ഷേ 1, 2, 3 അല്ലെങ്കിൽ 4 അല്ലെങ്കിൽ 10, 15 മിനിറ്റിനിടയിൽ ആ വെട്ടുകളേറ്റ് കൊല്ലപ്പെട്ടിട്ടുണ്ടാവുമായിരിക്കും എന്ന് ഞാൻ ചിലപ്പോൾ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ ചിന്തിക്കാറുണ്ട്. അങ്ങനെ ചിന്തിക്കാൻ കാരണം, എത്ര വേദന തിന്നിട്ടുണ്ടാവും എന്നുള്ളത് ആലോചിക്കുമ്പോൾ മനസ്സിനെ ആശ്വസിപ്പിക്കാൻ ഞാൻ എന്നോട് തന്നെ പറയുന്ന ഒരു കാര്യമാണ്. KK രമ കൊയിലാണ്ടിയിൽ നടത്തിയ പ്രസംഗത്തിൽ ഞാൻ കേട്ട വാചകങ്ങളാണ്. പക്ഷേ നെടുമങ്ങാട് സിദ്ധാർത്ഥ് എന്ന് പറയുന്ന കുട്ടിയുടെ അമ്മയെ ഞാൻ കാണാൻ പോയപ്പോൾ ആ അമ്മ എന്റെ കൈ ഇങ്ങനെ ചേർത്ത് പിടിച്ചു. ആ ചേർത്ത് പിടിച്ചപ്പോൾ എനിക്ക് ആ കയ്യിൽ നിന്നൊരു ചൂട് എന്നിലേക്ക് പ്രവഹിക്കുന്നതായിട്ട് തോന്നി. എന്നിട്ട് ആ അമ്മ ചോദിച്ച ചോദ്യം എന്നെ ഇപ്പോഴും അലട്ടുകയാണെന്ന് അബിയുടെ അമ്മ പറയുകയാണ്. ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത് 2 മുതൽ 3 വരെ ദിവസം പഴക്കമുള്ള മുറിവുകൾ. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ കൺക്ലൂഷൻ സ്റ്റേറ്റ്മെന്റ് അതാണ് ടീച്ചർ. 2 മുതൽ 3 വരെ ദിവസം പഴക്കമുള്ള പക്ഷേ മുറിവുകൾ ആ കുട്ടിയുടെ ശരീരത്തിൽ ബാക്കിയുണ്ട് എന്നുള്ളതാണ്. ഇപ്പൊ 2 മുതൽ 3 വരെയുള്ള ദിവസമുള്ള മുറിവ് ആ ശരീരത്തിൽ ബാക്കിയുണ്ട് എന്നുള്ളത് ഒരു അമ്മ, ഒരു പെറ്റമ്മ അറിയേണ്ടി വരുന്നത്, അച്ഛൻ പറയേണ്ടി വരുന്നത്, കൊല്ലാൻ തീരുമാനിക്കുമ്പോഴും ഒരു തുള്ളി വെള്ളം കൊടുക്കായിരുന്നില്ലേ എന്റെ കുട്ടിക്കുന്നൊരു അച്ഛൻ പറയേണ്ടി വരുന്നത്, അതെല്ലാരും പറഞ്ഞു അത് ആൾക്കൂട്ട വിചാരണയാണ്, ആൾക്കൂട്ട കൊലപാതകമാണ്. ഐ ചൂസ് ടു ഡിഫർ. അത് ഓർഗനൈസേഷണൽ കില്ലിംഗ് ആണ്. അത് സംഘടനാപരമായ അലിഖിതമായ നിയമങ്ങൾ കൊണ്ട് മുൻകൂട്ടി തീരുമാനിച്ച് നടത്തിയ കൊലപാതകമാണ്. അത് ആൾക്കൂട്ടം ഒരക്രമത്തിനിടക്ക് സംഭവിച്ചു പോയതോ ഒരു ഇൻസിഡന്റിനിടക്ക് അറിയാതെ ഉണ്ടായിപ്പോയതോ അല്ല. അത് ഓർഗനൈസേഷണൽ കില്ലിംഗ് ആണ്. ഒരു പ്രസ്ഥാനത്തിന്റെ അനിഷ്ടം പിടിച്ചു പറ്റിയതിന്റെ പേരിൽ ഒരു ചെറുപ്പക്കാരനെ 3 ദിവസം വിചാരണ ചെയ്ത് കൊല്ലാൻ തീരുമാനിക്കുക.